മനസ്സും ശരീരവും ഒരുപാട് കൊളുക്കും അല്ലേ? കരിവേപ്പില, വെളുത്തുള്ളി, നാരങ്ങ ഇങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ ചേർത്താണ് ഉണ്ടാക്കുന്നത്. സൊസൈറ്റിയിൽ പാല് മേടിച്ച് നമ്മൾ കാച്ചിയെടുക്കും. അതാണല്ലേ, അതൊരു ടേസ്റ്റ് വരുന്നത് അതുകൊണ്ടാണ്. നമസ്കാരം. ഇത് നമ്മുടെ ആറ്റിങ്ങൽ ആലങ്കോടെന്ന് കിളിമാനിലേക്ക് പോകുമ്പോഴുള്ള ഒരു സ്ഥലമാണ്. കടവള എന്നാണ് പേര്. ഇവിടെ ഇപ്പോൾ നിൽക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മോരുകടയാണ്. അത്ര പ്രസിദ്ധമായ മോരുകടയാണ് ഇത്. ഒരുപാട് ആൾക്കാരൊക്കെ ഈ ഹൈവേ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ ഒരു പക്ഷേ ഇങ്ങോട്ടൊക്കെ വന്ന് മോര് കുടിച്ചിട്ട് പോകാറുണ്ട്. തമ്പിച്ചേട്ടനാണ് നടത്തുന്നത്. മുമ്പ് വേറൊരാളായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. ഇപ്പോൾ തമ്പിച്ചേട്ടനാണ്. ചേട്ടാ, എന്തൊക്കെ സ്പെഷ്യൽ സംഭവം ഉള്ളത്? മോര് എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉള്ളത്? കുടംമോര്, ഗ്ലാസ് മോര്. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേട്ടൻ ചേർക്കുന്നത്? ഇതിൽ ഇഞ്ചി, കരിവേപ്പില, വെളുത്തുള്ളി, നാരങ്ങ ഇങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് ആൾക്കാർ വരുന്നില്ലേ? എന്നിട്ട് ഇപ്പൊ ഇതിലിവിടെ അല്ലാതെ വെളുത്തുള്ളി അച്ചാറും കൂടെ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. ശരി 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 ശരി. എങ്ങനെ കുടംമോരിന് എങ്ങനെയാ വില വരുന്നത്? കുടംമോര് 25 രൂപ. 25 രൂപ. ഗ്ലാസ് മോര് 15 രൂപ. ഓക്കെ ഓക്കെ ഓക്കെ. മോര് മാത്രമേ ഉള്ളൂ ഇവിടെ? വേറെ എന്തെങ്കിലും? മോരും ലൈമും ഉണ്ട്. വൈകിട്ട് ഒരു ചായ ഉണ്ട്. ചായ ഉണ്ട്. ഞാൻ പണ്ട് ഇതേപോലെ ഞാൻ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞില്ല, ഒരു വേറെ ചേട്ടനായിരുന്നു ഈ കട മോര് കട നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹം മരിച്ചുപോയി അല്ലേ? അളിയനായിരുന്നു അല്ലേ? ഓക്കെ. പുള്ളി ഗിറ്റാറിസ്റ്റ് ഒക്കെ ആയിരുന്നു അല്ലേ? ശരി ഏട്ടാ, അപ്പൊ നമുക്ക് ഒരു കുടംമോര് റെഡിയാക്കാൻ പറ്റുമോ? ഐസ് ഉണ്ടോ ചേട്ടാ? ആഹാ, ഐസ് ഇടത്തില്ല. ഈ മൺചട്ടിയില് മൺകുടത്തില് ഈ മോര് കഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു സുഖം, രസം. കാണുമ്പോൾ തന്നെ ഒരു സുഖമുണ്ട്, രസമുണ്ട്. കാരണം വെച്ചാൽ നല്ല ചൂടത്തൊക്കെ ഏതൊരു വരുമ്പം ഇന്നൊരു കവളൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റീഫ്രഷ് ആവും. കാരണം ഏതൊരു മായവും വീഴാത്ത സാധനമാണ് നമ്മുടെ ഈ തൈര്. എങ്ങനെയാ ഈ സാധാ സൊസൈറ്റിയിൽ നിന്ന് പാല് മേടിച്ച് നമ്മൾ കാച്ചിയെടുക്കും. അതാണല്ലേ, അതിന് ടേസ്റ്റ് വരുന്നത് അതുകൊണ്ടാണ്. അത് കവർ തൈരല്ല, ഈ സൊസൈറ്റിയിൽ നിന്ന് പാല് വാങ്ങിച്ച് അത് തൈരാക്കി ആ തൈരാണ് അവർ ഉപയോഗിക്കുന്നത്. അതിൽ അതിൻ്റെതായ ഒരു ഫ്രഷ്നെസ്സിനെ കൊണ്ട് കുടിച്ചു നോക്കാം. മനസ്സും ശരീരവും ഒരുപാട് കൊളുക്കും അല്ലേ? ഒരുപാട് ആൾക്കാർക്ക് വരാറുണ്ടോ അവിടെ? നാട്ടുകാരല്ലാതെ വണ്ടിയിലൊക്കെ പോകണവർ, ദൂരെ നിന്നൊക്കെ വരണവർ പിന്നെ വരുന്നുണ്ട്. ഏതായാലും ഇതുവഴിയൊക്കെ പോകുമ്പോൾ കടവള ജംഗ്ഷനാണ്. വഞ്ചൂര് കഴിഞ്ഞിട്ട് അടുത്ത കടവള ജംഗ്ഷൻ. ഇത് ആറ്റിങ്ങൽ വഞ്ചൂര് കഴിഞ്ഞുള്ള കടവള ജംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ പറ്റുമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഞാൻ ഗ്യാരണ്ടി പറയുന്നു, ഒരു കാരണവശാലും നിങ്ങൾ എന്താ പറയുക, മനസ്സ് നിറഞ്ഞ് ശരീരം കുളിർത്ത് ഇവിടുന്ന് പോകാൻ കഴിയും. അത്ര സ്വാദിഷ്ടവും ടേസ്റ്റിയുമാണ്. മുമ്പ് ഞാൻ കഴിച്ചിട്ടുണ്ട്. ആ ഒരു ഓർമ്മയിലാണ് ഇന്ന് വീണ്ടും വന്നത്. ക്യാമറമാൻ റജിനൊപ്പം ശ്രീത്ത് മാരാർ സൈനിങ് ഓഫ്.